നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷേ പരിചയം അതെനിക്കാ കൂടുതൽ. ആ ബഹുമാനം നീ എപ്പോഴും എന്നോട് കാണിക്കണം. ഇവന്മാരൊക്കെ കൊള്ളാവുന്നവരല്ലാന്നോ? നീ കൊള്ളാവുന്നവനാണോ? എന്താ സ്വാമി, സംശയമുണ്ടോ? എങ്കി അതാദ്യം തീർക്കാം നമുക്ക്. ഒരു ഓപ്പറേഷന് പോകുമ്പം ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയോ? ഐക്യമാണ്. അതില്ലെങ്കിൽ എല്ലാം പൊടിയും. ഐക്യമുണ്ടല്ലോ, ഇല്ലെന്നാരാ പറഞ്ഞേ? പിന്നൊരു കാര്യം, ഒരു കാരണവശാലും പിടികൊടുക്കരുത്. എന്ന് വെച്ചാ മുഖം മൂടി ധരിച്ചായിരിക്കണം നമ്മുടെ അറ്റാക്ക്. ആരും തിരിച്ചറിയരുത്. അത് വേണം. നേരിട്ടടിക്കുന്നല്ലോ. അല്ല, നാളെ ഒരു കേസുണ്ടായാൽ നമ്മൾ പിടിക്കപ്പെടാൻ പാടില്ല. നിനക്ക് ജയിലൊന്നും പ്രശ്നമായിരിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ശരി, എല്ലാം സ്വാമിയുടെ ഇഷ്ടം. എന്തു പറ്റിയേട്ടാ? വല്ലായിക വല്ലതും ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഒന്ന് പോയേ. അല്ല, മുഖം കണ്ടാ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നീ നിന്റെ കാര്യം നോക്കിയാ മതി കാഞ്ചനെ. വെറുതെ എന്റെ കാര്യത്തിലൊന്നും കയറി ഇടപെടണ്ട. ഏട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ അതിനൊരു തെറ്റും ചെയ്തില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടല്ലോ. നീ എന്നെ എന്റെ പാട്ടിന് വിട്ടേര്. അങ്ങനെ ഒരു ദയെങ്കിലും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല, പക്ഷേ ചെയ്തു കൂട്ടുന്നതൊക്കെ ശരിയാണോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. വയസ്സായാ വരുന്നത്. ഒപ്പമുള്ള മനുഷ്യരെ ഇങ്ങനെ വെറുപ്പിച്ച അവസാന കാലത്ത് ആരും കാണില്ല കൂട്ടിന്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും എന്റെ ഒപ്പമാ. സ്വന്തത്തിലും ബന്ധത്തിലും ഒന്നും എനിക്കിപ്പോ തീരെ വിശ്വാസമില്ല കാഞ്ചന. നമുക്ക് ആരോഗ്യമുള്ളപ്പോ എല്ലാരും കാണും, അല്ലെങ്കിൽ ഒരുത്തനും ഉണ്ടാവില്ല. അതറിയാവുന്ന ഒരാള് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതും ഒരു വാശി പോലെ. ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ല. അനാവശ്യമായി എന്നോട് സംസാരിക്കാൻ വരുന്നവരോട് ദേഷ്യപ്പെടാറുണ്ട്. അത് മനഃപൂർവ്വമല്ല, മേലാൽ അത് അവരെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാ. നിരഞ്ജന്റെ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞതോ? അതേത് വകുപ്പിൽപ്പെടും? നിരഞ്ജനെ ഇപ്പോഴും ഫോണിൽ കിട്ടിയിട്ടില്ല. അതിന്റെ സങ്കടത്തിലാ പാവം അക്ഷര. അതറിയോ ഏട്ടന്? സങ്കടപ്പെടട്ടെ, ഞാനും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ളതാ. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഒന്നുമല്ല. നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. എനിക്കൊന്ന് രണ്ട് കോളുകൾ വരാനുണ്ട്. നീ പോയാൽ സന്തോഷം. ശരത്തുമോൻ ഇതുവരെ വന്നില്ലല്ലോ പാർവതി. നിന്നോട് പറഞ്ഞിട്ടാണോടി അവൻ പോയത്? ഇല്ല. നേരം എത്രയായി? ശരത്ത് വന്നോളൂ അമ്മേ. രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കരുതെന്ന് പറയണോ അവനോട്? അത് കൊള്ളാം. രാത്രിയല്ലാതെ രാക്ഷസന്മാരൊക്കെ പകലാണോ ഇറങ്ങി നടക്കുന്നത്? അണ്ടർവേൾഡ് പ്രവർത്തനങ്ങളൊക്കെ രാത്രിയിലാ മുത്തശ്ശി നടക്കാറ്. അവൻ അങ്ങനെയുള്ളവനൊന്നും അല്ല, അവൻ നല്ലവനാ. അതുകൊണ്ടായിരിക്കും പോലീസുകാർ പൊക്കിയെടുത്തോണ്ട് ജയിലിലിട്ടത്. നല്ലവർക്ക് കിടക്കാനുള്ള സ്ഥലമാണോ മുത്തശ്ശി സബ് ജയില്? ഓ, നീ കളിയാക്കൊന്നും വേണ്ട. കള്ളക്കേസ് ഉണ്ടാക്കിയ ആരെയും കൊടുക്കാൻ പറ്റും, നിന്നെയും കൊടുക്കാൻ പറ്റും. എന്നൊന്ന് കുടുക്കി കാണിക്കേ, ഞാനും ഒന്ന് കാണട്ടെ ജയിലൊക്കെ. സമയാവട്ടെ, കാണിക്ക. പാർവതി, അവളോട് സംസാരിച്ചോണ്ട് നിൽക്കാൻ നീ അവനെ ഒന്ന് വിളിക്കേ.
ഞാൻ വിളിച്ചു, എടുക്കണ്ടേ അമ്മേ? എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ അവന്? പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കാണോ മുത്തശ്ശി ശരത്ത് പോവാറ്? മുഴുവൻ കള്ളത്തരല്ലേ? നീ മിണ്ടരുത്. എടി, ഞാനും ഇവളും തമ്മിലല്ലേ സംസാരിക്കുന്നത്. നീ എന്തിനാ ഇടയ്ക്ക് കയറി ഓരോന്നൊക്കെ പറയുന്നേ? ചേടാ, ഇത് എന്റെ വീടല്ലേ മുത്തശ്ശി? ഞാൻ ആരുടെ ഇടയ്ക്ക് കയറും, എന്തും സംസാരിക്കും. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. എന്തായാലും ഇറങ്ങി പോകാനൊന്നും ഞാൻ പറയില്ല. കാരണം എനിക്ക് നിങ്ങളൊക്കെ വലിയ ഇഷ്ടാ. ഇന്നല്ലെങ്കിൽ നാളെ നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെ കഴിയേണ്ടവരെ നമ്മൾ. അതിനു വേണ്ടിയാ മുത്തശ്ശി ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ തെറ്റെല്ലാം മനസ്സിലാക്കും. ആ ഒരു നിമിഷം വരാൻ ഇനി അധിക കാലം കാത്തിരിക്കൊന്നും വേണ്ട. അങ്ങനൊരു നിമിഷം വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അത് നടക്കാനേ പോകുന്നില്ല. നമുക്ക് നോക്കാമേ. ആ, അപ്പൊ ചർച്ച നടക്കട്ടെ. ഞാനിനി ശല്യം ചെയ്യുന്നില്ല. അഹങ്കാരി. ശോ. ആരെ എന്ത് വേണം? കൈ മുറിഞ്ഞ് കത്തി കൊണ്ടതാ. സാരില്ല സാരില്ല.